അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം. വനനിയമത്തിലെ ഭേദഗതി ബില്ലിനും അംഗീകാരം നൽകി. അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന ബില്ലിന്റെ കരടിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബില്ല്. വനനിയമ ഭേദഗതി ബില്ലിനും പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതോടെ ഈ രണ്ട് ബില്ലുകളും തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് 1972 കേന്ദ്ര വന്യജീവി നിയമപ്രകാരം കടുത്ത വ്യവസ്ഥകളാണുള്ളത്. 6-അംഗ സമിതി രൂപീകരിക്കുകയും ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷിക്കുകയും വേണം. പിന്നീട് കെണിവെച്ച് പിടികൂടണം എന്നാണ് വ്യവസ്ഥ. ഇതിനു കഴിയാതെ വന്നാൽ മാത്രമാണ് വെടിവെച്ച് പിടികൂടാനുള്ള വ്യവസ്ഥ. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഈ കർശന വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകുന്ന നിയമഭേദഗതികളാണ് അംഗീകാരം നൽകിയത്. ഇതും പ്രകാരം മനുഷ്യജീവന് ഒരു മൃഗം അപകടം വരുത്തുന്നു എന്ന വിവരം ജില്ലാ കളക്ടറിനോ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കോ CCFനെയോ അറിയിക്കണം. ഇതോടെ മൃഗത്തെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇറക്കാനാവും. നിയമസഭാ ബില്ലിന് അംഗീകാരം നൽകിയാലും കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാൽ രാഷ്ട്രപതിയുടെ അനുമതി വേണ്ടിവരും. സ്വകാര്യ ഭൂമിയിലെ ചന്ദനം മുറിക്കാൻ അനുമതി നൽകുന്ന വനനിയമ ഭേദഗതിക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വനം വകുപ്പിന്റെ അനുമതിയോടെ ചന്ദനമരം മുറിച്ചു നീക്കാമെന്നാണ് വ്യവസ്ഥ. വനം എക്കോ ടൂറിസം ബോർഡ് ബില്ല് മാറ്റിവെച്ചു. മറ്റു വകുപ്പുകളുമായി കൂടുതൽ കൂടിയാലോചനയ്ക്ക് ശേഷം ആവശ്യമായ ഭേദഗതികൾ വരുത്തും. അതിനുശേഷമായിരിക്കും ഇക്കോ ടൂറിസം ബോർഡ് ബില്ല് മന്ത്രിസഭാ യോഗത്തിന് മുന്നിലെത്തിക്കുക.